So today we are moving on to the classification of contract. നമ്മൾ ഫസ്റ്റ് ലെക്ചറിൽ കോൺട്രാക്റ്റ് എന്താണ് അതുപോലെ അതിൻ്റെ എസെൻഷ്യാലിറ്റീസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. സോ സെക്കൻഡ് വൺ ഈസ് അബൌട്ട് ദ ക്ലാസിഫിക്കേഷൻ. നമ്മൾ കോൺട്രാക്റ്റിൻ്റെ ക്ലാസിഫൈ ചെയ്യാൻ പോകും. ഏതൊക്കെ രീതിയിലാണ് ഒരു കോൺട്രാക്റ്റിനെ ക്ലാസിഫൈ ചെയ്യുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പം ഇത് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, രണ്ട് കൂട്ടർ അല്ലെങ്കിൽ രണ്ട് പാർട്ടീസ് അവരുടെ ഇഷ്ടപ്രകാരം ഒരു അഗ്രിമെൻറ്റിലേക്ക് എത്തുകയാണ്. ആ അഗ്രിമെൻറ്റ് ലോ എൻഫോഴ്സ് ചെയ്ത് കഴിയുമ്പോഴാണ് കോൺട്രാക്റ്റ് ആകുന്നത്, അല്ലേ? അഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സബിലിറ്റി ബൈ ലോ ബിക്കംസ് എ കോൺട്രാക്റ്റ്. അപ്പോൾ അതിന് പല എസെൻഷ്യാലിറ്റീസ് പറഞ്ഞു. അവർക്ക് ദാറ്റ് ഈസ് ഫ്രീ കൺസെൻറ്റ് ഓഫ് ദ പാർട്ടീസ് വേണം, അവർക്ക് അതിനുള്ള കപ്പാസിറ്റി വേണം, മിനിമം 18 ഏജസ് ഉണ്ടായിരിക്കണം, ദെൻ ലോഫുൾ കൺസിഡറേഷൻ ഇൻ റിട്ടേൺ ഉണ്ടായിരിക്കണം ഒരു കോൺട്രാക്റ്റിലാണെങ്കിൽ, പിന്നെ കൺസെൻസസ് അധികം ഉണ്ടാവണം. രണ്ട് കൂട്ടർക്കും എന്ത് അഗ്രിമെൻ്റാണ് ആ അഗ്രിമെൻറ്റിൻ്റെ അർത്ഥം മനസ്സിലായിരിക്കണം, ഒരു അഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം, പിന്നെ ഒരു ലോഫുൾ ഒബ്ജക്റ്റ് ആയിരിക്കണം ഇൻവോൾവ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള കുറേ എസെൻഷ്യാലിറ്റീസ് നമ്മൾ നോക്കിയിരുന്നു. ഇനിയുള്ളത് ഇതിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ, അപ്പോൾ കോൺട്രാക്റ്റിനെ ക്ലാസിഫൈ ചെയ്യുക പല രീതിയിലുള്ള കോൺട്രാക്ട്സ് ആയിരിക്കും നമ്മൾ കാണുന്നത്. അതിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നത് ബേസ്ഡ് ഓൺ വാലിഡിറ്റി ആണ്. എത്ര നാൾ നിൽക്കുന്നു അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ വാലിഡിറ്റി. നമ്മളൊരു ഒരു ഐറ്റത്തിൻ്റെ വാലിഡിറ്റി എന്ന് പറയുമ്പോൾ എന്തോ അത് എഫക്റ്റീവ് ആണോ, അത് എത്ര നാൾ നിലനിൽക്കും, ഇതെല്ലാമാണ് വാലിഡിറ്റിയിൽ വരുന്നത്. അതുപോലെ തന്നെ കോൺട്രാക്റ്റിൻ്റെ വാലിഡിറ്റീനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കോൺട്രാക്റ്റിനെ വോയിഡ് അഗ്രിമെൻറ്റ്, വോയിഡ് valid contract, void contract, voidable contract, unenforceable contract and illegal agreement. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം നോർമൽ കോൺട്രാക്ട്സിനെ. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണ് വോയിഡ് അഗ്രിമെൻറ്റ്. വോയിഡ് അഗ്രിമെൻറ്റ്, വോയിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്തത്, അതിനെയാണ് നമ്മൾ വോയിഡ് എന്ന് പറയുക. സോ സെഷൻ 2Gയിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് എ വോയിഡ് അഗ്രിമെൻറ്റ് ഈസ് ആൻ അഗ്രിമെൻറ്റ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ. അപ്പോൾ ഒരു അഗ്രിമെൻറ്റ് എൻഫോഴ്സ് ചെയ്തില്ലെങ്കിൽ എന്താ, അത് കോൺട്രാക്റ്റ് ആവത്തില്ല. അപ്പോൾ വോയിഡ് ആയിട്ടുള്ള അഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു അഗ്രിമെൻറ്റ് ലോ കൊണ്ട് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ വോയിഡ് അഗ്രിമെൻ്റ് എന്ന് പറയും. അതിനെ നമ്മൾ വേണമെങ്കിൽ വോയിഡ് അബ് ഇനിഷ്യോ എന്ന് പറയും. വോയിഡ് അബ് ഇനീഷ്യോ എന്ന് പറഞ്ഞാൽ ആദ്യം തൊട്ട്, അബ് ഇനീഷ്യോ എന്ന് വെച്ചാൽ ഫ്രം ദ ബിഗിനിങ് തന്നെ വോയിഡ് ആണ് എന്ന് വെച്ചാൽ അത് ഒരിക്കലും എൻഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒന്നും എങ്ങനെ ഒരു അഗ്രിമെൻ്റ് ആവില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു മൈനേഴ്സാണ് ഒരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുന്നതെങ്കിൽ അതൊരു വോയിഡ് അഗ്രിമെൻ്റ് ആണ്. അതുപോലെ ഒരു കൺസിഡറേഷൻ ഇല്ല അല്ലെങ്കിൽ ലീഗൽ ഒബ്ജക്റ്റ് അല്ല എന്ന കേസിലെല്ലാം വരുന്നത് വോയിഡ് അഗ്രിമെൻ്റ് എന്ന കൺസെപ്റ്റാണ്. Okay, so this is the first classification based on the validity. Second one is valid contract. Second എന്ന് പറയുന്നത് valid contract. Valid contract എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, an agreement enforceable by law becomes a valid contract. ലോ എൻഫോഴ്സ് ചെയ്യുന്ന ഒരു അഗ്രിമെൻ്റ് ആയിരിക്കും വാലിഡ് കോൺട്രാക്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ എസെൻഷ്യാലിറ്റീസും ഫുൾഫിൽ ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റിനെ അല്ലെങ്കിൽ ഒരു അഗ്രിമെൻറ്റിനെ നമുക്ക് ഒരു വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറയാം. തേർഡ് വൺ ഇസ് വോയിഡ് കോൺട്രാക്ട്. നേരത്തെ നമ്മൾ പറഞ്ഞത് വോയിഡ് അഗ്രിമെൻ്റ് ആയിരുന്നു, അഗ്രിമെൻറ്റ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ. ബട്ട് വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, അത് എൻഫോഴ്സിബിൾ ആയിരുന്നു, ലോ എൻഫോഴ്സ് ചെയ്തൊരു അഗ്രിമെൻ്റ് ആണ്. പക്ഷേ ഒരു കാലത്ത് അല്ലെങ്കിൽ ഭാവിയിൽ അത് അൺഎൻഫോഴ്സിബിൾ ആകും, അല്ലെങ്കിൽ ആ എൻഫോഴ്സിബിലിറ്റി നഷ്ടമാകുന്ന ഒരു സിറ്റുവേഷൻ ഒരു കോൺട്രാക്റ്റിന് ഫേസ് ചെയ്യേണ്ടി വന്നാൽ അങ്ങനെയുള്ളൊരു കോൺട്രാക്റ്റിനെ നമ്മൾ വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയും. സോ ഇഫ് എ സിറ്റുവേഷൻ വേർ എ കോൺട്രാക്ട് വിച്ച് വാസ് ഒറിജിനലി വാലിഡ് ലേറ്റർ ബിക്കംസ് ഇൻവാലിഡ്, പണ്ട് വാലിഡ് ആയിരുന്നു ഒന്ന് പിന്നെ ഇൻവാലിഡ് ആവുകയാണെങ്കിൽ അതിനെയാണ് വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഫോറിൻ നേഷണലുമായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ചൈനയായിട്ട് നമ്മളൊരു അഗ്രിമെൻറ്റ് ഏർപ്പെട്ടിരുന്നു. പിന്നെ ചൈനയും ഇന്ത്യയും തമ്മിൽ എന്തെങ്കിലും ക്ലാഷ് ഉണ്ടാകുമ്പോൾ നമ്മളുടെ ഒരു ഫോറിൻ ആ നേഷനുമായിട്ട് നമ്മൾ വോർ ഡിക്ലെയർ ചെയ്തു. അത് നമ്മൾ കാരണമല്ല, വോർ നേഷൻസ് തമ്മിലുണ്ടായ വോറാണ്. അതോടെ നമ്മുടെ ഈ കോൺട്രാക്റ്റ് ഇൻവാലിഡ് ആവുന്നു. അത് പിന്നെ അതിൻ്റെ വാലിഡിറ്റി നഷ്ടമാകുകയാണ്. ബിക്കോസ് നമ്മുടെ കൺട്രി അവരുടെ കൺട്രിയായിട്ട് വോറാണ്. അങ്ങനെയുള്ളൊരു അഗ്രിമെൻറ്റിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കോൺട്രാക്റ്റിനെ നമുക്ക് വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയാം. ദാറ്റ് ഈസ് എ വാലിഡ് കോൺട്രാക്ട് എൻറ്റേർഡ് ഇൻ ടു വിത്ത് എ ഫോറിൻ നാഷണൽ മേ ലേറ്റർ ബിക്കം ഇൻവാലിഡ് ഇഫ് ദ ഇന്ത്യ ഡിക്ലെയർസ് എ വോർ വിത്ത് ദാറ്റ് നേഷൻ. അപ്പോൾ അങ്ങനെയുള്ളതാണ് വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വോയിഡ് അഗ്രിമെൻറ്റും വോയിഡ് കോൺട്രാക്റ്റ് തമ്മിൽ വ്യത്യാസം മനസ്സിലായി കാണും അല്ലേ? വോയിഡ് അഗ്രിമെൻ്റ് എന്ന് പറയുമ്പോൾ അഗ്രിമെൻറ്റ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റിയിട്ടേ ഇല്ല ഫ്രം ദ ബിഗിനിങ്, വോയിഡ് ഇഷ്യൂ ആണ്. ബട്ട് ഇത് പണ്ട് എൻഫോഴ്സിബിൾ ആയിരുന്നു, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കൊണ്ട് എൻഫോഴ്സിബിൾ അല്ലാതാവുന്നു, അതിനെ വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയും. പിന്നെയുള്ളതാണ് വോയിഡബിൾ കോൺട്രാക്റ്റ്. അപ്പം വോയിഡബിൾ ആണ്, നമുക്ക് വേണമെങ്കിൽ അതിനെ എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് കോൺട്രാക്ട്. സോ സെഷൻ 2I മെൻഷൻ ചെയ്തിരിക്കുന്നത് an agreement which is enforceable by law
at the option of one or more of the parties there show but not at the opinion of others is avoidable contract. ഇപ്പോൾ 2-3 പേര് ചേർന്നുണ്ടാക്കിയ ഒരു അഗ്രിമെൻ്റ് ആയിരുന്നു. അപ്പോൾ അത് ലോ എൻഫോഴ്സ് ചെയ്യാനും പറ്റി. പക്ഷേ അതിൽ ഏതെങ്കിലും ഒരാളുടെ ഒപ്പീനിയൻ അനുസരിച്ച് അല്ല എങ്കിൽ അത് വോയിഡബിൾ കോൺട്രാക്റ്റ് ആകും. സോ here we can see an example, that is, if a person is threatened to enter into a contract, he can later either treat the contract as valid and seek the enforcement of it, or could treat it as invalid. ഇപ്പം എന്നെ ഒരു നിർബന്ധിച്ചാണ് ഒരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുത്തുക. അപ്പം ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം അല്ല, കൺസെൻസസ് എഴുതണം എന്ന എസെൻഷ്യാലിറ്റി അവിടെ വന്നിട്ടില്ല, എൻ്റെ ഇഷ്ടപ്രകാരം അല്ല. പക്ഷേ ഭാവിയിൽ വേണമെങ്കിൽ എനിക്ക് അതിനെ വാലിഡായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ഞാൻ ആ ഒരു കോൺട്രാക്റ്റ് ശരിയാണ് എന്ന രീതിയിൽ തന്നെ എടുക്കാം. വേണമെങ്കിൽ എനിക്കത് എൻ്റെ സമ്മതത്തോടെ അല്ല, കൺസെൻസസ് എഴുതണം എന്നൊരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതിനെയാണ്, അങ്ങനെയുള്ളൊരു കോൺട്രാക്റ്റിനെയാണ് നമ്മൾ വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുക. അപ്പോൾ വോയിഡബിൾ കോൺട്രാക്റ്റ് കുറേ നാൾ വാലിഡ് ആയിരിക്കും, പക്ഷേ എപ്പോൾ ആ കൂട്ടത്തിലുള്ള ആൾ അതിനെപ്പറ്റി ഒരു നെഗറ്റീവ് പറയുന്നു, അത് ക്യാൻസൽ ചെയ്യുന്നു, അതുവരെ വോയിഡബിൾ കോൺട്രാക്റ്റ് വാലിഡ് ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് വോയിഡബിൾ കോൺട്രാക്റ്റ്. നെക്സ്റ്റ് വൺ ഈസ് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ്. അൺഎൻഫോഴ്സിബിൾ, ലോയ്ക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കോൺട്രാക്റ്റ്. അത് വേറൊന്നും കൊണ്ടല്ല, എസെൻഷ്യാലിറ്റീസ് ഒക്കെ ഉണ്ടാവാം, പക്ഷേ ടെക്നിക്കൽ എറേഴ്സ് കൊണ്ട്. ഇപ്പം ഒരു സ്റ്റാമ്പ്, ഇപ്പം നമുക്കറിയാം സ്റ്റാമ്പ് വേണം, ഒരു കോൺട്രാക്റ്റ് ശരിയാണ് അല്ലെങ്കിൽ അതിന് ഒരു വാലിഡിറ്റി വരണമെങ്കിൽ അതിന് പ്രോപ്പർലി സ്റ്റാമ്പ്ഡ് ആയിരിക്കണം, സിഗ്നേച്ചേഴ്സ് ഉണ്ടായിരിക്കണം 2 പാർട്ടിയുടെ, അത് രജിസ്റ്റേർഡ് ആയിരിക്കണം, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഇഷ്യൂ മിസ് ചെയ്യുന്നു, അതുകൊണ്ട് മാത്രം എൻഫോഴ്സ്ഡ് ആയി പോകുന്നു, വെച്ചാൽ ലോയ്ക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാവുന്നു. അങ്ങനെയുള്ളൊരു കോൺട്രാക്റ്റ് നമ്മൾ അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് എന്ന് പറയും. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഇല്ലീഗൽ അഗ്രിമെൻറ്റ്. ഇല്ലീഗൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എന്തെങ്കിലും ഇമ്മോറൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ പബ്ലിക് പോളിസിക്ക് എതിരെയുള്ള ഒരു ആക്ടിവിറ്റിയോ ഒക്കെ ആണെങ്കിൽ അതിനെ നമ്മൾ ഇല്ലീഗൽ അഗ്രിമെൻറ്റ് എന്ന് പറയും. ദാറ്റ് ഈസ്, for example, if any of the crucial elements is absent, then that agreement is void but needs not be illegal. ഇപ്പോൾ ഒരു എസെൻഷ്യാലിറ്റി നമുക്ക് മിസ് ചെയ്യുന്നു, നമ്മൾ പല എസെൻഷ്യാലിറ്റീസും ഡിസ്കസ് ചെയ്തില്ല, ഏതെങ്കിലും ഒരു എസെൻഷ്യാലിറ്റി മിസ്സായാൽ അതൊരിക്കലും ഇല്ലീഗൽ ആവത്തില്ല. പക്ഷേ ഇല്ലീഗലായിട്ടുള്ളൊരു ഒബ്ജക്റ്റ് വരുന്നു അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടൊരു കൺസിഡറേഷൻ വരുന്നു, അപ്പോഴാണ് അതിനെ ഒരു ഇല്ലീഗൽ അഗ്രിമെൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു ഡ്രഗ് ഒരു ക്രൈം ചെയ്താൽ അതിന് കോമ്പൻസേഷനായിട്ടൊരു ഡ്രഗാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറയുന്നു. ഒരാളെ കൊല്ലാൻ ഏൽപ്പിച്ചു, അപ്പോൾ അതിന് കോമ്പൻസേഷനായിട്ട് കഞ്ചാവാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ ഒരു ഇല്ലീഗൽ ഒബ്ജക്റ്റാണ് കൺസിഡറേഷൻ വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു അഗ്രിമെൻറ്റിന് നമുക്ക് ഇല്ലീഗൽ അഗ്രിമെൻ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആ ഒബ്ജക്റ്റിലോ അല്ലെങ്കിൽ ആ ആക്ടിവിറ്റിയിലോ ഇല്ലീഗലായിട്ട് അല്ലെങ്കിൽ ക്രിമിനൽ ഒരു കേസായിട്ട് വരണം, എന്നാൽ മാത്രമേ അത് ഇല്ലീഗൽ ആകുള്ളൂ. ഓക്കെ, സോ an agreement which is to commit a crime is always an illegal agreement. Okay, so these are the major types or classification of contract based on the validity: void agreement, valid contract, void contract, voidable contract, unenforceable contract and illegal agreement. അപ്പോൾ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ്ഡ് ആവും. പക്ഷേ കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല. അഗ്രിമെൻറ്റ്, കോൺട്രാക്റ്റ് അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അഗ്രിമെൻ്റ് ആകുമ്പോൾ അത് എൻഫോഴ്സ്ഡ് ആയിട്ടില്ല. വോയിഡ് അഗ്രിമെൻ്റ് എന്ന് വെച്ചാൽ എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്തതാണ് ഫ്രം ദ ഇനീഷ്യൽ ടൈം. വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ഓക്കെയാണ്, എന്ന് വെച്ചാൽ എൻഫോഴ്സ് ചെയ്യാനും പറ്റുന്നുമുണ്ട്, ഭാവിയിലും എന്നും അത് വാലിഡായിട്ട് തന്നെ നിൽക്കും. വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരിക്കൽ എൻഫോഴ്സ് ചെയ്യപ്പെട്ടിരുന്ന കാര്യം പിന്നെ എപ്പോഴെങ്കിലും എൻഫോഴ്സ്ഡ് ആകുന്നു. ഒരു ഫോറിൻ നാഷണൽ എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ചൈനയായിട്ടുള്ള വോർ കാരണം ഒരു കോൺട്രാക്റ്റ് വാലിഡ് അല്ലാതാകുന്നു, അതിനെ വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയും. വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പേഴ്സൺ 2-3 ആൾക്കാർ ചേർന്നുണ്ടാക്കിയ ഒരു കോൺട്രാക്റ്റ് ആണെങ്കിൽ അതിലൊരാൾ അതിനെതിരെ മാറുകയാണെങ്കിൽ, അയാളെ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിച്ചതാണെന്ന് വല്ലതും പറഞ്ഞ് അൺഎൻഫോഴ്സ്ഡ് ആക്കുകയാണെങ്കിൽ അതിനെ വോയിഡബിൾ കോൺട്രാക്റ്റ് എന്നും, അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് ആണെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം ആ ഒരു കോൺട്രാക്റ്റ് വാലിഡ് അല്ലാതാകുന്നെങ്കിൽ അതിനെ അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് എന്ന് പറയും. ഇല്ലീഗൽ ഒബ്ജക്റ്റോ ഇല്ലീഗൽ കൺസിഡറേഷനോ ഒരു ക്രൈമോ ഒക്കെയാണ് ഇൻവോൾവ് ആകുന്നെങ്കിൽ അതിനെ ഇല്ലീഗൽ അഗ്രിമെൻ്റ് എന്ന് പറയും. സോ ദിസ് ഇസ് ദ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ വാലിഡിറ്റി. ഓക്കെ, അപ്പം കോൺട്രാക്റ്റിൻ്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ വാലിഡിറ്റി. സെക്കൻഡ് വൺ ഇസ് ദ ബേസ്ഡ് ഓൺ ഫോർമേഷൻ. ഇനി ഒരു കോൺട്രാക്റ്റ് ഉണ്ടാകുന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, അതാണ് എക്സ്പ്രസ് കോൺട്രാക്റ്റ്, ഇംപ്ലോയിഡ് കോൺട്രാക്റ്റ് ആൻഡ് ക്വാസി കോൺട്രാക്റ്റ്. എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്ന് വെച്ചാൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഒന്നെങ്കിൽ 2 കൂട്ടരും തമ്മിൽ പറഞ്ഞോ എഴുതിയോ എടുത്തിരിക്കുന്ന ഒരു അഗ്രിമെൻറ്റ്, അത് എൻഫോഴ്സ് ചെയ്യുകയാണ്, ലോ എൻഫോഴ്സ് ചെയ്യുകയാണെങ്കിൽ അത് കോൺട്രാക്റ്റ് ആവുന്നു. ഓക്കെ, സോ which is communicated, the terms and conditions are communicated between the persons in words, spoken or written.
അങ്ങനെയുള്ളൊരു കോൺട്രാക്റ്റിനെയാണ് നമ്മൾ എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് കൂട്ടരും പറഞ്ഞിട്ടുണ്ടാവും ഈ കാര്യം ചെയ്താൽ ഈ കാര്യം തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എഴുതിയോ അതിനൊരു എൻഫോഴ്സിബിലിറ്റി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് എക്സ്പ്രസ് കോൺട്രാക്റ്റ്. ഇനി അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ടേംസ് ആൻഡ് കോൺട്രാക്റ്റൊക്കെ തന്നെ മനസ്സിലാക്കുകയാണ് രണ്ട് പാർട്ടീസും. രണ്ട് കൂട്ടരുടെ പ്രവൃത്തി കൊണ്ടും അവരുടെ കോഴ്സ് ഓഫ് ഡീലിങ്സും വെച്ചും അങ്ങനെ ഒരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുവാണെങ്കിൽ അതിനെ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു ഷോപ്പിൽ ചെന്നിട്ട് ഞാൻ ഒരു ബുക്ക് ചോദിക്കുകയാണ്, ഒരു സ്റ്റേഷനറി ഷോപ്പിൽ ചെന്ന് ബുക്ക് സ്റ്റേഷനറിയിൽ ചെന്നിട്ട് ഒരു ബുക്ക് വാങ്ങുകയാണെങ്കിൽ, ബുക്ക് ചോദിക്കുകയാണെങ്കിൽ അയാൾ ആ ബുക്ക് എൻ്റെ കയ്യിൽ തരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ഉണ്ടാവുകയാണ്. ഐ ഷുഡ് പേ ഹിം ബാക്ക്, അല്ലേ? അപ്പോൾ ഞാൻ പറയുന്നില്ല ഇത് ഞാനൊരു ബുക്ക് തന്നാൽ എനിക്ക് 5 രൂപ തരണം അല്ലെങ്കിൽ 10 രൂപ തരണമെന്ന് ആ ഷോപ്പ് കീപ്പർ പറയുന്നില്ല, പക്ഷേ അത് അണ്ടർസ്റ്റുഡാണ്, തിരിച്ചു കൊടുക്കേണ്ടതാണ് എന്നത്. അപ്പം അങ്ങനെ ഉണ്ടാവുന്ന അത് അവരുടെ കണ്ടക്റ്റ് ഓഫ് പാർട്ടീസ് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ കോഴ്സ് ഓഫ് ഡീലിങ്സോ വെച്ച് ഉണ്ടാകുന്നൊരു കോൺട്രാക്റ്റിനെ നമ്മൾ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്ന് പറയും. ആൻഡ് ദ തേർഡ് വൺ ഈസ് ക്വാസി കോൺട്രാക്ട്. മൂന്നാമത്തെ ടൈപ്പാണ് ക്വാസി കോൺട്രാക്ട്. ക്വാസി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അവിടെ ഒരു കോൺട്രാക്റ്റ് ഒന്നും ലീഗൽ സെൻസിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക്കലി സർക്കംസ്റ്റൻസസ് ആയിരിക്കാം അങ്ങനെ ഒരു കോൺട്രാക്റ്റിനെ കൊണ്ടുവരുന്നത്. ഫോർ എക്സാമ്പിൾ, വെർ എ ഫൈൻഡ് സം ഗുഡ്സ് ബിലോങ്ങിങ് ടു ബി, ബിയുടെ കുറച്ച് നഷ്ടപ്പെട്ട ഗുഡ്സ് എ ഫൈൻഡ് ചെയ്തു. സോ ഇറ്റ് ഈസ് ഇറ്റ്സ് ഡ്യൂട്ടി ടു റീസ്റ്റോർ ദം ടു ദ ട്രൂ ഓണർ, അല്ല തിരിച്ചു കൊടുക്കണമെന്നുള്ളത്. ഫൈൻഡർ ഓഫ് ഗുഡ്സ് നമ്മൾ നോക്കുമ്പോൾ ഫൈൻഡർ ഓഫ് ഗുഡ്സ് തിരിച്ചു കൊടുക്കണമെന്നുള്ളത് അയാളുടെ ഡ്യൂട്ടിയാണ്. So this duty is fixed to the owner or the finder of goods by the law itself. Law അത് പറയുന്നുണ്ട്, അത് പ്രത്യേകിച്ചൊരു അഗ്രിമെൻ്റ് ഇല്ലെങ്കിൽ അതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അഗ്രിമെൻ്റ് ആണ്. ഓക്കെ, തിരിച്ച് ഫൈൻഡർ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഒരു കോൺട്രാക്റ്റാണ്. ആ ഒരു കോൺട്രാക്റ്റിൽ ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയും. ആ ഒരു സിറ്റുവേഷനാണ്, കളഞ്ഞ് കിട്ടിയത് കൊണ്ട് അത് തിരിച്ച് കൊടുക്കണമെന്നുള്ളത് ലോ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഒരു കോൺട്രാക്റ്റിനെ നമ്മൾ ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയും. അപ്പോൾ ബേസ്ഡ് ഓൺ ദ ഒറിജിൻ അല്ലെങ്കിൽ ഫോർമേഷൻ വെച്ചിട്ട് നമുക്ക് എക്സ്പ്രസ് കോൺട്രാക്ട്, ഇംപ്ലൈഡ് കോൺട്രാക്ട് ആൻഡ് ക്വാസി കോൺട്രാക്ട് എന്ന് ക്ലാസിഫൈ ചെയ്യാം. എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ എഴുതിയോ പറഞ്ഞോ ഉണ്ടാകുന്ന ഒരു കോൺട്രാക്റ്റിനെ നമ്മൾ എക്സ്പ്രസ് എന്ന് പറയും. ഇനി അവരുടെ കണ്ടക്റ്റ് ഓഫ് പാർട്ടീസ് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ കോഴ്സ് ഓഫ് ഡീലിങ്സ് വെച്ചുണ്ടാകുന്ന ഒരു കോൺട്രാക്റ്റിനെ നമ്മൾ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്ന് പറയും. അതല്ല സിറ്റുവേഷൻ ബേസ്, ഒരു ഫൈൻഡർ ഓഫ് ഗുഡ്സ് എന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പെഷ്യൽ കോൺട്രാക്റ്റൊക്കെ ഒരു ക്വാസി കോൺട്രാക്റ്റ് ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷേ ലോ പറയുന്നുണ്ട് ഇങ്ങനെ കണ്ടുപിടിച്ചാൽ നമ്മൾ തിരിച്ചു കൊടുക്കണമെന്നുള്ളത് ക്വാസി കോൺട്രാക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഇൻ ദ ഫോർമേഷൻ. ഇപ്പോൾ ബേസ്ഡ് ഓൺ വാലിഡിറ്റി പറഞ്ഞു, ഇപ്പോൾ ബേസ്ഡ് ഓൺ ഫോർമേഷൻ പറഞ്ഞു. ഇനി ബേസ്ഡ് ഓൺ ദ പെർഫോമൻസ്. ഇനി ഒരു കോൺട്രാക്റ്റ് എങ്ങനെ അത് മുന്നോട്ട് പോകുന്നു അതിൻ്റെ പെർഫോമൻസിനെ ബേസ് ചെയ്ത് നമുക്ക് 4 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എക്സിക്യൂട്ടഡ് കോൺട്രാക്ട്, എക്സിക്യൂട്ടറി കോൺട്രാക്ട്, യൂണിലാറ്ററൽ കോൺട്രാക്ട് ആൻഡ് ബയലാറ്ററൽ കോൺട്രാക്ട്. ഈ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും, അല്ലേ? എക്സിക്യൂട്ടഡ് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ രണ്ട് പാർട്ടീസും അവരുടെ രണ്ടുപേരുടെയും ഉത്തരവാദിത്തങ്ങൾ ചെയ്ത് തീർത്തിട്ടുണ്ടെങ്കിൽ, അവരുടെ ഒബ്ലിഗേഷൻസ് ആ കോൺട്രാക്റ്റിൽ എന്താണോ അത് ചെയ്ത് കഴിഞ്ഞെങ്കിൽ അതിനെ നമ്മൾ എക്സിക്യൂട്ടഡ് കോൺട്രാക്ട് എന്ന് പറയും. ഇപ്പോൾ ഞാനൊരു പെന്ന് ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയാൽ അതിന് ഞാൻ തിരിച്ച് പൈസയും കൊടുത്ത് കഴിഞ്ഞെങ്കിൽ ഇപ്പോൾ പെർഫോമൻസ് കഴിഞ്ഞു, ഒബ്ലിഗേഷൻസ് എല്ലാം രണ്ട് കൂട്ടരും അയാൾ ബുക്കും തന്നു, ഞാൻ പൈസയും കൊടുത്തു, അങ്ങനെയുള്ളൊരു കോൺട്രാക്റ്റിന് എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് എന്ന് പറയും. ഇനി സെക്കൻഡ് എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ്. എക്സിക്യൂട്ടറി എന്ന് പറയുമ്പോൾ ചെയ്തിട്ടില്ല പക്ഷേ ഭാവിയിൽ ചെയ്ത് തീർക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കോൺട്രാക്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ബിയോട് പറയാം, എ അഗ്രീസ് ടു സെൽ ഹസ് ഹൗസ് ടു ബി ഫോർ ₹2 lakhs, 2 ലക്ഷത്തിന് വീട് തരാമെന്ന് പറയുന്നു. പക്ഷേ കോൺട്രാക്റ്റ് അടുത്ത മാസത്തേക്കാണ്, ഇപ്പോഴല്ല, 2 മാസം കഴിയുമ്പോൾ 2 ലക്ഷത്തിന് ഞാൻ വീട് തരാം എന്ന് പറയുന്നു. അപ്പോൾ രണ്ട് കൂട്ടരും ഒന്നും ചെയ്തിട്ടില്ല, രണ്ട് കൂട്ടരും പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ, കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെട്ടിട്ടേ ഉള്ളൂ. എക്സിക്യൂട്ടഡ് അല്ല, എക്സിക്യൂട്ടറി ഇനി ചെയ്യാൻ പോകുന്നതാണ്, എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നൊന്ന്, അതിനെ നമ്മൾ എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്ന് പറയും. സോ ഇനി ഭാവി ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ 1 മാസം കഴിയുമ്പോൾ 2 ലക്ഷത്തിന് വീട് കൊടുക്കുന്നു, 2 ലക്ഷം തിരിച്ചു വാങ്ങുന്നു, അങ്ങനെയുള്ളത് എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ്. പിന്നെ യൂണിലാറ്ററൽ കോൺട്രാക്റ്റ്. യൂണിലാറ്ററൽ കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു പാർട്ടി മാത്രം ആ കോൺട്രാക്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ആൻ അഗ്രിമെൻറ്റ് ഇൻ വിച്ച് ഓൺലി വൺ പാർട്ടി മേക്സ് എ പ്രോമിസ് ഇസ് കോൾഡ് എ യൂണിലാറ്ററൽ കോൺട്രാക്റ്റ്. ഇപ്പോൾ ഒരു ഓഫർ ഓഫ് റിവാർഡ്, ഇപ്പം നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ ഒരു പെറ്റ് നഷ്ടമായി, അപ്പോൾ പെറ്റിനെ കൊണ്ടുവരുന്ന ആർക്കോ ഞാൻ ഇത്ര രൂപ തരാം എന്ന രീതിയിൽ ഒരു പേ പറയുകയെന്ന് വെച്ചാൽ റിവാർഡ് പറയുകയാണ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വരുന്നതാണ് ഒരു യൂണിലാറ്ററൽ കോൺട്രാക്റ്റ്. ഓക്കെ, സോ ഇഫ് ബി ഫൈൻസ് ഇറ്റ് എ ഈസ് ഒബ്ലിഗ് ടു പേ ബിക്ക് കൊടുത്തിരിക്കണം, ബിക്കോസ് നേരത്തെ പറഞ്ഞു വെച്ച കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള റിവാർഡ്സ് എല്ലാം യൂണിലാറ്ററൽ കോൺട്രാക്റ്റ് ആയിട്ട് വരും. അപ്പം ബയലാറ്ററൽ കോൺട്രാക്റ്റ് എന്തായിരിക്കും,
നോർമലായിട്ടുള്ള ഏതൊരു കോൺട്രാക്റ്റും ബൈലാറ്ററലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് പേർക്കും ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു വീട് വാങ്ങാനാണെങ്കിൽ വീട് കൊടുക്കും, വീടിൻ്റെ കീ കൊടുക്കും, അതുപോലെ പൈസയും തിരിച്ചു കൊടുക്കുന്നുണ്ടല്ലേ. അപ്പോൾ രണ്ട് കൂട്ടരും എക്സിക്യൂട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ രണ്ട് കൂട്ടർക്കും ഓരോ ആക്ടിവിറ്റീസ് ഉണ്ട്, ഒരു ഒബ്ലിഗേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളതിനെ ബൈലാറ്ററൽ കോൺട്രാക്റ്റ് എന്ന് പറയും. അപ്പോൾ ബേസ്ഡ് ഓൺ ദ പെർഫോമൻസ് വി ക്യാൻ സേ കോൺട്രാക്ട് ക്യാൻ ബി ഓഫ് എക്സിക്യൂട്ടറി, എക്സിക്യൂട്ടഡ്, യൂണിലാറ്ററൽ ആസ് വെൽ ആസ് ബൈലാറ്ററൽ. എക്സിക്യൂട്ടറി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞൊരു കോൺട്രാക്റ്റ്, എക്സിക്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, അങ്ങനെയുള്ളത് എക്സിക്യൂട്ടഡ്. ഇനി ഭാവിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന ജസ്റ്റ് ഒരു അഗ്രിമെൻറ്റ് മാത്രമായിരിക്കുന്നത് എക്സിക്യൂട്ടറി. ഒരു പാർട്ടിക്ക് മാത്രമേ ഒബ്ലിഗേഷൻസ് ഉള്ളൂ. ഫോർ എക്സാമ്പിൾ റിവാർഡ് എന്ന കൺസെപ്റ്റ് ആണെങ്കിൽ അത് യൂണിലാറ്ററൽ. രണ്ട് പാർട്ടിക്ക് ഇൻവോൾവ് ചെയ്യുന്നത്, ഒരു ലാൻഡ്, ഒരു പ്ലോട്ട് വിൽക്കുന്ന അങ്ങനെയുള്ള അല്ലെങ്കിൽ വാങ്ങുന്ന ഒരു കൺസെപ്റ്റ് ആണെങ്കിൽ അത് ബൈലാറ്ററൽ കോൺട്രാക്ട്. സോ ദിസ് ഇസ് ദ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നമ്മുടെ ക്ലാസിഫിക്കേഷൻ തന്നെ ബേസ്ഡ് ഓൺ ഫോർമേഷൻ, ബേസ്ഡ് ഓൺ പെർഫോമൻസ് ഉണ്ട്. ബേസ്ഡ് ഓൺ ഫോർമേഷൻ നമ്മൾ എക്സ്പ്രസ്, ഇംപ്ലൈഡ്, ക്വാസി പറഞ്ഞു. പിന്നെ ബേസ്ഡ് ഓൺ പെർഫോമൻസ് എക്സിക്യൂട്ടറി, എക്സിക്യൂട്ടഡ്, യൂണിലാറ്ററൽ ആൻഡ് ബൈലാറ്ററൽ പറഞ്ഞു. ഓക്കെ. ആൻഡ് ഓൾസോ ഓൺ ദ വാലിഡിറ്റി, വോയിഡ് അഗ്രിമെൻറ്റ്, വാലിഡ് കോൺട്രാക്ട്, വോയിഡ് കോൺട്രാക്ട്, വോയിഡബിൾ കോൺട്രാക്ട്, അൺഎൻഫോഴ്സബിൾ ആൻഡ് ഇല്ലീഗൽ. അങ്ങനെ പല രീതിയിലാണ്, 3 രീതിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനിയുള്ള ക്ലാസിഫിക്കേഷൻ എന്താണ്? ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓർ അണ്ടർ ദ ഇംഗ്ലീഷ് ലോ. നമ്മുടെ ഈ ഒരു കോൺട്രാക്ട് ലോ വന്നത് നമ്മൾ ഇന്ത്യ തന്നെ ഡെവലപ്പ് ചെയ്തതല്ല, ഫോറിൻ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലുള്ള ലോയിനെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലോ എന്ന് അതിനെ പറയുന്നത്, അതിൽ നിന്നാണ് നമ്മൾ ഉൾക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉൾക്കൊണ്ട ആ ലോയിനെ ബേസ് ചെയ്തിട്ട് നമ്മളുടെ കോൺട്രാക്റ്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഫോർമൽ ആൻഡ് സിമ്പിൾ ഓർ പരോൾ കോൺട്രാക്റ്റ് എന്നാണ്. ഫോർമൽ കോൺട്രാക്റ്റ് ആൻഡ് സിമ്പിൾ ഓർ പരോൾ കോൺട്രാക്റ്റ്. ഫോർമൽ കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? there is a contract which do not require any consideration for validity. വാലിഡിറ്റിക്ക് വേണ്ടിക്ക് പ്രത്യേകിച്ച് ഒരു കൺസിഡറേഷൻ ആവശ്യമില്ല എങ്കിൽ അതിനെ ഫോർമൽ കോൺട്രാക്റ്റ് എന്ന് പറയും. ദാറ്റ് ഈസ് ഫോർമൽ ബിക്കോസ് ഇറ്റ്സ് വാലിഡിറ്റി ഈസ് ബേസ്ഡ് ഓൺ സ്പെഷ്യൽ ഫോം ഓഫ് ഇറ്റ്സ് റൈറ്റ്. അതല്ലേ കുറച്ച് റൈറ്റ്സ് ഉണ്ട്, അതുകൊണ്ട് മാത്രം അവിടെ കൺസിഡറേഷൻ ആവശ്യമില്ല, ജസ്റ്റ് ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ളതിനെ നമ്മൾ ഫോർമൽ കോൺട്രാക്റ്റ് എന്ന് പറയും. അപ്പോൾ അതിനെ തന്നെ 2 രീതി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് കോൺട്രാക്റ്റ് ഓഫ് റെക്കോർഡ് ആൻഡ് കോൺട്രാക്റ്റ് അണ്ടർ സീൽ. ഇത് നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ട് ഞാനതിപ്പം എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ അത് ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾക്ക് അത് അത്ര ചോദിക്കത്തില്ല. ജസ്റ്റ് ഈ പേര് മാത്രം ഓർത്താൽ മതി, കോൺട്രാക്റ്റ് ഓഫ് റെക്കോർഡ് ആസ് വെൽ ആസ് കോൺട്രാക്റ്റ് അണ്ടർ സീൽ. പിന്നെ സെക്കൻഡ് ക്ലാസിഫിക്കേഷനാണ് സിമ്പിൾ കോൺട്രാക്ട്. സിമ്പിൾ കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ ദീസ് ആർ കോൺട്രാക്ട് വിച്ച് ആർ നോട്ട് മെയ്ഡ് അണ്ടർ സീൽ. ഒരു സീൽ ബേസ് ചെയ്തിട്ടൊന്നും ഉണ്ടായ ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ അപ്പോൾ ഒരു കൺസിഡറേഷൻ എന്തായാലും ഉണ്ട്. കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ളൊരു സിമ്പിൾ കോൺട്രാക്റ്റ് വാലിഡിറ്റി ഉള്ളൂ, ബിക്കോസ് അവിടെ ഒരു സീലൊന്നും ഇല്ല. അങ്ങനെയുള്ളൊരു കോൺട്രാക്റ്റിന് ജസ്റ്റ് ഒരു വേർഡ് ഓഫ് മൗത്തോ ജസ്റ്റ് എഴുതി തന്നതോ അത് മാത്രമാവുന്നൊരു കോൺട്രാക്റ്റിനെ നമ്മൾ സിമ്പിൾ കോൺട്രാക്റ്റ് എന്ന് പറയും. ഓക്കെ. സോ ഫോർമൽ ബേസ്ഡ് ഓൺ ദി ഇംഗ്ലീഷ് ലോ വി ക്യാൻ ക്ലാസിഫൈ ഇൻടു formal contract and simple or parole contract. Formal contract are of 2 types, contract of record as well as contract under seal. And the other one, simple contract എന്ന് പറഞ്ഞാൽ വാലിഡിറ്റി ഉണ്ടാവണമെങ്കിൽ ഒരു കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം, ബിക്കോസ് ദർ ഇസ് നോ സീൽ, ഇറ്റ് ഈസ് ജസ്റ്റ് എ റൈറ്റിംഗ് ഓർ ഇൻ എ വേർഡ് ഓഫ് മൗത്ത്. അപ്പോൾ ഇതാണ് മേജർ ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് കോൺട്രാക്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആയിരുന്നു. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ വാലിഡിറ്റി, ദെൻ based on performance, and also based on English law, and also on the based on formation. അപ്പോൾ 4 ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. അതിൽ ഇംഗ്ലീഷ് ലോ നിങ്ങൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, ബട്ട് അതർ 3 യു വോണ്ട് സ്റ്റഡി ഇൻ ഡീറ്റെയിൽ, ബിക്കോസ് ഇത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാവുന്നതാണ്. ക്ലാസിഫിക്കേഷൻ ഒരു 8 മാർക്സിനൊക്കെ ചോദിക്കാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിനെ ഒന്ന് റിവൈസ് ചെയ്യാണ്. ഇത് നിങ്ങൾ നോക്കേണ്ട കാര്യമാണ് ഡിഫറൻസസ്. ഇപ്പോൾ നമ്മൾ ക്ലാസിഫൈ ചെയ്തപ്പോൾ പറഞ്ഞില്ലേ, വാട്ട് ഈസ് വോയിഡ് അഗ്രിമെൻറ്റ്, വാട്ട് ഈസ് ഇല്ലീഗൽ അഗ്രിമെൻറ്റ്, വാട്ട് ഈസ് വോയിഡ് അഗ്രിമെൻറ്റ്, വോയിഡ് കോൺട്രാക്ട്, ഇതിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്തിരിക്കുക, ഡിഫറൻസ് നോക്കിയിരിക്കുക. അപ്പം നിങ്ങൾക്ക് തന്നെ കേൾക്കുമ്പോൾ മനസ്സിലാവും. ഒരു വോയിഡ് ആൻഡ് ഇല്ലീഗൽ അഗ്രിമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വോയിഡ് അഗ്രിമെൻറ്റ്, അപ്പം ലോ എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത ഇനീഷ്യൽ ടൈം തൊട്ട് വാലിഡിറ്റി ഇല്ലാത്ത ഒരു അഗ്രിമെൻറ്റിനെ നമ്മൾ വോയിഡ് അഗ്രിമെൻറ്റ് എന്ന് പറയും. എന്നാൽ ആ അഗ്രിമെൻറ്റിൽ ഒരു ഇല്ലീഗൽ എലമെൻറ്റ് വരുന്നുണ്ടെങ്കിൽ, എല്ലാ വോയിഡ് അഗ്രിമെൻറ്റും ഇല്ലീഗൽ അല്ല അല്ലേ, പക്ഷേ എല്ലാ ഇല്ലീഗൽ അഗ്രിമെൻറ്റും വോയിഡാണ്. ഇല്ലീഗൽ ഒബ്ജക്റ്റ് വന്നാൽ അത് ഓട്ടോമാറ്റിക്കലി വോയിഡ് ആവും. അപ്പോൾ അതാണ് മേജർ ക്ലാസിഫിക്കേഷൻ ഓഫ് മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ വോയിഡ് ആൻഡ് ഇല്ലീഗൽ അഗ്രിമെൻറ്റ്. സെക്കൻഡ്, വോയിഡ് അഗ്രിമെൻറ്റും വോയിഡ് കോൺട്രാക്റ്റും. അപ്പം ഒന്ന് അഗ്രിമെൻ്റ് ആണ്, ഒന്ന് കോൺട്രാക്റ്റ് ആണ്.
ഇപ്പോൾ അഗ്രിമെൻറ്റ് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിൽ എൻഫോഴ്സിബിലിറ്റി ബൈ ലൂ വന്നിട്ടില്ല. അപ്പോൾ തുടക്കം തൊട്ട് വോയിഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റിനെ വോയിഡ് അബ് ഇനിഷ്യോ ആണ് വോയിഡ് അഗ്രിമെൻറ്റ്. വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ അത് വോയിഡ് ആവുന്നവരെ അതിന് വാലിഡിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഫോറിൻ, നമ്മൾ എക്സാമ്പിൾ പറഞ്ഞൊരു ചൈനയായിട്ടുള്ള വോർ കാരണം ഉണ്ടായിരുന്നൊരു കോൺട്രാക്റ്റ് ഭാവിയിൽ എൻഫോഴ്സിബിൾ അല്ലാതാകുന്നു. അങ്ങനെയുള്ളതാണ് ഒരു വോയിഡ് കോൺട്രാക്റ്റ്. പിന്നെ ഒരു ഡിഫറൻസ് ഇവിടെ പറഞ്ഞിരിക്കുന്ന വോയിഡ് അഗ്രിമെൻറ്റും വോയിഡബിൾ കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. വോയിഡ് അഗ്രിമെൻ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മൾ ആദ്യം പറഞ്ഞു തുടക്കം തൊട്ട് വാലിഡ് അല്ലാത്ത ഒന്ന്, അതിനെ വോയിഡ് അഗ്രിമെൻ്റ് എന്ന് പറയും. അപ്പോൾ വോയിഡബിൾ കോൺട്രാക്റ്റ് എന്തായിരിക്കും? വോയിഡബിൾ കോൺട്രാക്റ്റ് അത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. അപ്പം 2-3 ആൾക്കാർ ചേർന്നിട്ടുണ്ടാക്കിയ ഒരു കോൺട്രാക്റ്റാണ്. അതിൽ നിർബന്ധപൂർവ്വമാണ് നമ്മൾ ഒരാളെ നിർബന്ധിച്ചാണ് നമ്മൾ ആ കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുത്തിയെങ്കിൽ അയാൾ ഭാവിയിലൊരു അയാൾക്ക് വേണമെങ്കിൽ അതിനെ വാലിഡായിട്ട് കാണാം, വേണമെങ്കിൽ അതിനെതിരെ മൂവ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നൊരു കോൺട്രാക്റ്റിനെ നമ്മൾ വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയും. സോ ആ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ വാലിഡിറ്റിയിൽ പറഞ്ഞ എല്ലാത്തിൻ്റെയും പേരും അതിൻ്റെ മീനിങ്ങും പഠിച്ചാൽ മതി. അപ്പോൾ നമുക്കിതിൻ്റെ ഡിഫറൻസും എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇതുകൊണ്ട് നമ്മളുടെ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ബാക്കിയുള്ള പോർഷൻസ് ഞാൻ വേഗം തന്നെ ഇടാം. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് ഫോർ ദ എക്സാംസ് ഓൾസോ. താങ്ക് യു.